ഉത്തര മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയിൽ വികസനത്തിന്റെ പൊൻതൂവലാകാൻ ഒരുങ്ങുകയാണ് മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതിയിലൂടെ. ഇതിന്റെ ഭാഗമായി കണ്ണൂരിലെ മലപ്പട്ടം പഞ്ചായത്തിൽ 2 ബോട്ട് ജെട്ടികൾ തയ്യാറായി കഴിഞ്ഞു. അതേസമയം പറശ്ശിനിക്കടവ് ബോട്ട് ജെട്ടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. ഉത്തര മലബാറിന്റെ ടൂറിസം ഭൂപടത്തിൽ പ്രധാന പങ്ക് വഹിക്കും എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന മലനാട് മലബാർ റിവർ ക്രൂസ് പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. മലബാറിലെ 8 പുഴകളും വലിയപറമ്പ് കായലിനെയും കോർത്തിണക്കിയാണ് മലനാട് റിവർ ക്രൂസ് പദ്ധതി ഒരുങ്ങുന്നത്. പുഴയാത്രകളുടെ ഭംഗി മാത്രമല്ല, നാടിന്റെ സംസ്കാരവും ഭക്ഷണ വൈവിധ്യവും വിശ്വാസ പ്രമാണങ്ങളും ചരിത്രവും ഉത്സവ ആഘോഷങ്ങളും എല്ലാം കോർത്തിണക്കി സഞ്ചാരികൾക്ക് അവിസ്മരണീയമായ അനുഭവം സമ്മാനിക്കുന്ന തരത്തിലാണ് തീമുകൾ ഒരുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് മുടക്കുന്ന 325 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ മൂലധനം. ആദ്യഘട്ടത്തിൽ 3 ക്രൂസുകളുടെ നടത്തിപ്പിനായി സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ 84 കോടി രൂപ അനുവദിച്ചു. കണ്ണൂർ വളപട്ടണം മുതൽ മലപ്പട്ടം വരെയുള്ള ജലയാത്രയെ മുത്തപ്പനാൻ മലബാറി ക്യൂസിൻ ക്രൂസ് എന്നാണ് അറിയപ്പെടുക. കേരള ഇലക്ട്രിക്കൽസ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മലപ്പട്ടം പഞ്ചായത്തിൽ 3.37 കോടി രൂപ ചെലവിൽ മുനമ്പ് കടവിലും കൊവുന്തല ഉണക്കുകണ്ടം കടവിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2ഇടത്തും ബോട്ട് ജെട്ടികളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി. നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ഭക്ഷണശാല, ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ ആംഗ്ലിംഗ് യാർഡുകൾ, ഇരിപ്പിടങ്ങൾ, റെസ്റ്റ് ഹൗസ്, ശുചിമുറികൾ എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്ര പരിസരത്തു നിന്നും മുനമ്പ് കടവിലേക്കും ഉണക്കുകണ്ടം കടവിലേക്കും ബോട്ട് സർവീസ് ഉണ്ടാകും. പദ്ധതി ടൂറിസം മേഖലയ്ക്ക് ഗുണകരമാവുമെങ്കിലും പുഴയുടെ പല ഭാഗത്തും മണൽ അടിഞ്ഞുകൂടിയതിനാൽ ഡ്രഡ്ജിംഗ് നടത്താതെ ബോട്ട് സർവീസ് സാധ്യമല്ല. അല്ലെങ്കിൽ വേലിയേറ്റ സമയത്ത് മാത്രമാണ് ബോട്ട് സർവീസ് നടത്താൻ സാധിക്കൂ. നല്ല വിജയമായിരിക്കും. ഞങ്ങൾ ജീവനക്കാർക്ക് അത്രേ പറയാം. നല്ല വിജയമായിരിക്കും. നല്ല കാണാൻ നല്ല ഏരിയയുള്ള നല്ല സൗന്ദര്യമുള്ളൊരു ഏരിയയാണ്. നല്ല മലയിടുക്കും കാര്യങ്ങൾ, മല മുകളിൽ നല്ല കാഴ്ചയാണ് ഈ നമ്മളെ ബോട്ടിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ. അതിനൊരു ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ ജോലി ചെയ്യാനുള്ള ഞങ്ങൾ ജീവനക്കാർ അതിലെന്തായാലും അതിൽ നല്ലൊരു പ്രോഫിറ്റ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കും. അതേസമയം പുതിയ പദ്ധതിക്കായി സർക്കാർ കോടികൾ മുടക്കുമ്പോൾ പറശ്ശിനിക്കടവിൽ ജലഗതാഗത വകുപ്പ് നടത്തുന്ന ബോട്ട് സർവീസിന്റെ കാര്യം പരിതാപകരമാണ്. ഒരു യാത്രാ ബോട്ട് ഉൾപ്പെടെ 3 ബോട്ടുകൾ ഇവിടെ ജലഗതാഗത വകുപ്പിൻ്റെതായി ഉണ്ട്. ഏറെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ 2 വാട്ടർ ടാക്സികളിൽ ഒരെണ്ണം പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി. സ്വകാര്യ ബോട്ടുകാർക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെങ്കിലും സർക്കാർ ബോട്ടിനതില്ല. KTDC ഇവിടെ സർവീസ് നടത്തിയിരുന്നെങ്കിലും ഇട്ടിട്ടുപോയി. വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പോലും പ്രവർത്തിക്കുന്നത്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വരുന്നവരിൽ ഭൂരിഭാഗം പേരും ബോട്ട് സർവീസിന് എത്തുന്നുണ്ട്. എന്നാൽ ബോട്ട് ജെട്ടിയിൽ ടോയ്ലറ്റ് സൗകര്യമില്ല. ഇവിടെ ഇല്ല. ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ടൂറിസ്റ്റ് തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള ആ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. ജീവനക്കാർക്ക് നമ്മൾ സാധാരണക്കാർക്ക് നമ്മൾക്ക് ഇവിടെ യാത്രക്കാർക്ക് ഇവിടെ ചെറിയ സൗകര്യമുണ്ട്. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്താലും അത് ഇത്ര ആൾക്കാർക്ക് പോകാനുള്ള എല്ലാ സൗകര്യം ബോട്ടിലുണ്ട്. മലയോരത്തെ വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. പദ്ധതിയുടെ ഭാഗമായി എത്തുന്ന സഞ്ചാരികൾക്ക് പൈതൽമല, കാഞ്ഞിരക്കൊല്ലി, പാലക്കയം തട്ട്, പഴശ്ശി ഡാം, മാമാനമമ്പലം, നിലാമുറ്റം മഖാം എന്നീ സ്ഥലങ്ങൾ കാണാനുള്ള സൗകര്യമൊരുക്കും. സഞ്ചാരികൾക്ക് താമസിക്കാൻ 4 ഹോം സ്റ്റേകളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പദ്ധതി എപ്പോൾ നടപ്പിലാകും എന്നതിനെക്കുറിച്ച് മാത്രം ആർക്കും അറിവില്ല. 2024 ജനുവരി അവസാനം തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും റിവർ ക്രൂസ് പദ്ധതി അനന്തമായി നീളുകയാണ്. അമൃത ന്യൂസ്, കണ്ണൂർ.